പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. റമദാനു വേണ്ടി നാം എന്തൊരുങ്ങി എന്നുള്ളതാണ് സഹോദരന്മാരെ. വീടുകളിലെല്ലാം തന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ കറുത്ത് കിടന്നിരുന്ന പാത്രങ്ങളൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഒരു സമാധാനത്തിലാണ് നമ്മൾ വീടുകളെല്ലാം തന്നെ ജനലുകളും വാതിലുകളുമൊക്കെ തുടച്ച് വൃത്തിയാക്കി നിലകളെല്ലാം തന്നെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് നാം സംജാതമായ ഈ സമയത്ത് നമ്മുടെ ഹൃദയം എത്രമാത്രം ശുദ്ധീകരിച്ചു, നമ്മൾ അതിനു വേണ്ടി എത്ര ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സഹോദരന്മാരെ. ഷഹബാൻ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയലാണ്, റമദാനു വേണ്ടി ഒരുങ്ങി നിൽക്കണമെന്ന, റമദാനിലുള്ള പുണ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ പാത്രം കഴുകി വൃത്തിയാക്കി വെക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ചീത്ത ചിന്തകളും ചീത്ത സ്വഭാവങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റി മറിക്കേണ്ടതുണ്ട്. അതെല്ലാം ഒഴിവാക്കി ക്ലിയറാക്കി വെച്ചാൽ മാത്രമാണ് അവിടേക്ക് നന്മയുടെ വിത്തുകൾ, നന്മയുടെ തഖ്വയും ഇഖ്ലാസും ഈമാനും അതേപോലെ കയറി ചെല്ലാനുള്ള സ്ഥലം ഉണ്ടാവുക സഹോദരന്മാരെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയാണ്ട്, എൻ്റെ മുമ്പിൽ നിങ്ങളെ ഒരാളെക്കുറിച്ചും ഒന്നും പറയരുത്, ഞാൻ അവരെ നിഷ്കളങ്കരായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ നിഷ്കളങ്കതയെക്കുറിച്ച് പറയുന്ന ഒരു ഖുർആൻ്റെ ഒരു വചനമുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യുൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. പഠിച്ച തമ്പുരാനെ, ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, എന്നെ പരലോകത്ത് നിന്ദ്യനാക്കരുത്, എൻ്റെ മക്കളോ എൻ്റെ സ്വത്തോ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമാണത്, എന്നെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി എന്നെ അവിടെ എത്തിക്കണേന്ന്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ വലുപ്പം പ്രായം ചെയ്ത് മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട പ്രധാന ഒരു കാര്യമാണ് നിഷ്കളങ്കത. നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? അവരുടെ നിഷ്കളങ്കതയാണ് അവരെ സ്നേഹിക്കാൻ കാരണം. അത് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നതോടുകൂടിയാണ് നമുക്ക് സ്വർഗ്ഗം ലഭിക്കുക സഹോദരന്മാരെ. നമ്മുടെ ഓരോ ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങളാണ് നമ്മളെ തിന്മയിലേക്കുമൊക്കെ, രക്ഷിതാക്കളൊക്കെ തന്നെ നമുക്ക് തിന്മയ്ക്കും നന്മയ്ക്കും പ്രചോദനം നൽകും. നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് സഹോദരന്മാരെ നിഷ്കളങ്കമായി മരിക്കാൻ കഴിയുക. നിഷ്കളങ്കമായ ആളുകൾക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അയ്യൂബ് അൻസാരി വന്ന് ചോദിക്കുകയുണ്ടായി, എനിക്ക് ചെറിയ ഉപദേശങ്ങൾ തന്നാലും എനിക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതായിരിക്കണം. പ്രവാചകൻ പറഞ്ഞു 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പ്രവാചകൻ പറഞ്ഞു, നീ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇത് നിൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് ബോധത്തോട് നമസ്കരിക്കുക. അതേപോലെ എല്ലാ ഇബാദത്തുകളും അവസാനത്തതാണെന്ന്, അപ്പോൾ ഈ വരുന്ന റമദാൻ നമ്മുടെ അവസാനത്തതാണെന്നുള്ള ചിന്തയോടുകൂടി നാം പെരുമാറാൻ, അതിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ സംശുദ്ധി നിലനിർത്താനുള്ള പരിശ്രമം ഉണ്ടാവുക. അള്ളാഹു നമ്മളെ ഏവരെയും നല്ല ഈമാനോട് മരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു 2 കാര്യമുള്ള ആളുകളിൽ നിന്ന് ഈ അമലുകൾ ഉയർത്തുകയില്ല. ഒന്ന് ശിർക്ക് ചെയ്ത ആളുകളാണ്, രണ്ടാമത്തെ ചീത്ത സ്വഭാവമുള്ള ആളുകളാണ്. അള്ളാഹു അവരിൽ നിന്ന് നമ്മെ മാറ്റി സംരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.